നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികൾക്കുള്ള സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ CPM. INL-നെ ഒരു സീറ്റിൽ ഒതുക്കാൻ നീക്കം തുടങ്ങി. നാഷണൽ ലീഗിനും ഒരു സീറ്റ് മാത്രം. വിഭജിച്ചു നിൽക്കുന്ന ഇരുകൂട്ടരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടും ഇവർക്ക് യോജിപ്പില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് INL ജനവിധി തേടിയത്. കോഴിക്കോട് സൗത്ത്, മലപ്പുറം വള്ളിക്കുന്ന്, കാസർഗോഡ് എന്നിവിടങ്ങളിലായാണ്. കോഴിക്കോട് സൗത്തിൽ മാത്രമായിരുന്നു INL ജയിച്ചു കയറിയത്. ഇതോടെ INL-ലെ ഒരു വിഭാഗം നേതൃത്വത്തിനോട് തെറ്റിപ്പിരിഞ്ഞ് നാഷണൽ ലീഗ് രൂപീകരിച്ചു. INL-ന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം നാഷണൽ ലീഗിലേക്ക് മാറിയെങ്കിലും MLA അടക്കമുള്ളവർ INL-ൽ തുടർന്നു. ഇവർക്കും പിന്നീട് സീറ്റ് നൽകേണ്ടി വന്നു. എന്നാൽ ഇത്തവണ ഈ ഔദാര്യം വേണ്ടെന്നാണ് CPM നേതൃത്വത്തിന്റെ നിലപാട്. ഓരോ സീറ്റ് വീതം നൽകിയാൽ മതിയെന്നാണ് തീരുമാനം. ഇരുകൂട്ടരും ഒന്നിച്ചു പോകണമെന്ന മുന്നണി നിർദ്ദേശം ഇവർ തള്ളിക്കളഞ്ഞതാണ് പ്രധാന കാരണം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഘട്ടത്തിൽ കൂടുതൽ സീറ്റെന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് INL-ന്റെ തീരുമാനം. സീറ്റ് ചർച്ച പൂർത്തിയാകുന്ന മുറയ്ക്ക് നിലപാട് വ്യക്തമാക്കാമെന്നാണ് INL-ന്റെ മനസ്സിലിരിപ്പും. INL കൈവശം വെച്ചിരുന്ന 3ാമത്തെ സീറ്റ് മറ്റ് ഘടകകക്ഷികളിൽ ആർക്കെങ്കിലും നൽകാനും CPM നീക്കം നടത്തുന്നുണ്ട്. ഈ മാസം അവസാനം നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഈ തീരുമാനം രണ്ടു കൂട്ടരെയും ഔദ്യോഗികമായി അറിയിക്കും. രണ്ടു കൂട്ടരോടും ഒന്നിക്കാനാവശ്യപ്പെട്ട നിർദ്ദേശം മുഖവിലക്കെടുക്കാത്തതാണ് CPM-നെ ചുടിപ്പിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM മുന്നണി മര്യാദ കാണിച്ചില്ലെന്ന INL-ന്റെ പരസ്യ പ്രതികരണം ഇതിനോടകം ചർച്ച ചെയ്തിരുന്നു. ഈ തുറന്നു പറച്ചിൽ CPM-നാകട്ടെ അത്ര രസിച്ച മട്ടുമില്ല. കെ. ബി. ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.